ആകാശവിതാനത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായി ഹരിതാപമായ ഒരു പ്രദേശത്തിന്റെ വിടവുകളിൽ കൂടെ ഒഴുകുന്നൊരു പുഴ. ഈ പുഴയ്ക്കും ആ ഹരിതാപ പ്രദേശവാസികൾക്കും പറയാനുള്ളത് ഒരു നിലനിൽപ്പിന്റെ കഥയാണ്, ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയാണ്. തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി, പാവറട്ടി, വെങ്ങിടങ്ങ് എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുഴയാണ് ഈ കാണുന്ന പെരിങ്ങാട് പുഴ. ഈ പുഴയോരത്ത് താമസിക്കുന്ന പ്രദേശവാസികളുടെ പ്രധാന ജീവിതോപാധിയും പുഴ തന്നെയാണ്. എന്നാൽ 2021 പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം സർക്കാർ പ്രഖ്യാപിച്ചതോടെ 1.5 ഏക്കർ വരുന്ന കണ്ടൽക്കാട് സംരക്ഷിക്കാൻ ഈ 3 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന 234 ഏക്കർ കണ്ടൽ വനമേഖലയാക്കി പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പ്രഖ്യാപനത്തിലൂടെ ദുരിതത്തിലാകുന്നത് ഒരുപറ്റം മനുഷ്യരാണ്. പുഴയെ ആശ്രയിച്ച് മാത്രം ജോലി ചെയ്യുന്ന ഇക്കൂട്ടർക്ക് മുന്നോട്ടുള്ള ജീവിതം ചോദ്യചിഹ്നമാവുകയാണ്. അപ്പൊ എന്റെ കാഴ്ചപ്പാട് ഇപ്പൊ ഇവിടെ കണ്ടൽക്കാടാണ് ഇപ്പൊ പറയണത്. ഇത് കണ്ടൽക്കാടായിട്ടാണ് പറയണത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് തന്നെ ഇവര് തീരുമാനം വല്ല ആന, പുലിയ, കുതിര എന്തേലും ഈ കണ്ടൽക്കാടിൽ കാടായിട്ട് കൊണ്ടുവന്നിടാനുണ്ട്. മനുഷ്യന്മാർക്ക് മറ്റു ഭാരത്തിൽ ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഇപ്പൊ എന്റെ കാഴ്ചപ്പാട് കാണുന്നത്. കണ്ടാ എല്ലാ ഇപ്പൊ കുറുക്കനെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഒരു സാധനം വീട്ടില് കോഴി, ആട അതൊന്നും പുറത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ നിൽക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതികൾ. ഇവിടെ താഴ്ത്താൻ പറഞ്ഞിട്ട് കാലങ്ങളായി. മീൻ പിടിക്കുന്നവരുടെ മീനിന്റെ കാര്യം കഷ്ടമായി. ഇപ്പൊ ഈ വൃക്ഷവേലി വന്നായിരുന്നു കുറച്ച് വെള്ളമുള്ളോ ശശേ വെള്ളമുള്ളോ കുറെ കഴിഞ്ഞാൽ വെള്ളം വറ്റി മീനും ഇല്ലെന്നില്ല. കക്ക ഉണ്ടാവും. വെള്ളം ചൂടിൻ്റെ വന്നാൽ ചോറിന്റെ ചൂടെന്നാൽ മീനും പോയി കക്ക മുഴുക്കം ചപ്പ്. ഇങ്ങനെ ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി. അപ്പൊ ഇവിടുത്തെ മത്സ്യം പിടിച്ച് ജീവിക്കുന്നവരെ കാര്യങ്ങളൊക്കെ വളരെയധികം കഷ്ടത്തിന്. അപ്പോൾ കാഴ്ചപ്പാട് ഞങ്ങൾ അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ പോക്കാം. പുഴയോരങ്ങളിൽ സാധാരണ ഉള്ളതുപോലെ മാത്രമാണ് ഈ പ്രദേശത്തും കണ്ടൽക്കാടുകൾ ഉള്ളത്. അതിലധികവും വിവിധ പദ്ധതികളിൽ സർക്കാർ വകുപ്പുകൾ വെച്ചുപിടിപ്പിച്ചവയാണ്. കണ്ടൽ റിസർവ് ഫോറസ്റ്റ് ആക്കി നോട്ടിഫിക്കേഷൻ വന്ന 234 ഏക്കർ വിസ്തീർണമുള്ള പെരിങ്ങാട് പുഴ പൂർണ്ണമായും പുഴയാണെന്നും പുഴയുടെ തീരത്ത് പലയിടത്തും ഉള്ളത് മൊത്തമായി കൂട്ടിയാലും ഏകദേശം 3 ഏക്കറിൽ കുറവാണ്. ഇവിടെ കണ്ടൽക്കാടുകൾ ഉള്ളത് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള മാപ്പിൽ നിന്നും വ്യക്തമാണ്. പെരിങ്ങാട് പുഴ റിസർവ് വനമേഖലയാക്കിയാൽ CRZ നോട്ടിഫിക്കേഷൻ 2.1 പ്രകാരം CRZ 1A പദ്ധതിയിൽ കണ്ടൽ വെച്ച് പിടിപ്പിച്ചാൽ തീരദേശം മുഴുവൻ ഈ CRZ 1A ബഫർ സോൺ പരിധിയിൽ വരികയും ചെയ്യും. ഈ പെരിങ്ങാട് പുഴ 234 ഏക്കർ സ്ഥലമാണ്. അത് പുഴയായി നിൽക്കുന്ന സ്ഥലമാണ്. കാലങ്ങളായിട്ട് വാഴാനി ഡാമിൽ നിന്നും നേരിട്ട് ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി പെരിങ്ങാട് പുഴയിലേക്കാണ് മഴവെള്ളം എത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ് ഈ പെരിങ്ങാട് പുഴ. ഈ പെരിങ്ങാട് പുഴയാണ് റിസർവ് ഫോറസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാം, ഇതിൻ്റെ ഒരു അറൗണ്ട് 5.5 കിലോമീറ്ററാണ് ചുറ്റളവിലാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ചുറ്റുവശവും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളികളുള്ള അവർ ഉപജീവനം വഹിക്കുന്ന സ്ഥലം കൂടിയാണ് നമ്മളുടെ ഈ പെരിങ്ങാട് പുഴ. ഇതിലെന്താ വെച്ചാൽ 2018 പ്രളയത്തിന് ശേഷം മണ്ണ് വന്ന് നിറഞ്ഞ് ആ സാധനം മണ്ണ് മൂടി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പുഴ മാറിയിരിക്കണം. ഈ മണ്ണ് ചെളിയും നീക്കാൻ വേണ്ടി പല പ്രാവശ്യമായി നമ്മൾ പല പരാതികളും കൊടുത്തു. നവകേരള സദസ്സിൽ 100ഓളം പരാതികൾ നമ്മൾ ഈ റിസർവ് ഫോറസ്റ്റ് ആക്കിയ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് സെക്ഷൻ 4 നോട്ടിഫിക്കേഷൻ, ഫോറസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് മണ്ണ് നീക്കാൻ പറ്റില്ല, അത് മാറ്റണമെങ്കിൽ പുതിയ വേറെ നിയമങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറിഗേഷൻ വകുപ്പ് നമുക്ക് ലെറ്റർ തരികയുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കരട് വിജ്ഞാപനം ഇവിടെ വന്നു കിടക്കുകയാണ്. അത് നമ്മൾ ഒരു പുഴയാണ് റിസർവ് ഫോറസ്റ്റ് ആക്കുന്നത്. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭാഗമാണ്, ഏറ്റവും വലിയ ഭാഗമാണ് ഈ പുഴ. ഈ പുഴയുടെ പ്രത്യേകം വെച്ചാൽ ഒരു ബാക്ക് വാട്ടർ സിസ്റ്റമാണ്. കടലിൽ നിന്ന് വെള്ളം കയറി നിൽക്കുന്നതും ഇറങ്ങുന്നതുമായ ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്ത് ഈ തൃശ്ശൂർ ജില്ലയിലെ തന്നെ 70% വെള്ളം കടലിലേക്ക് പോകുന്ന സ്ഥലം കൂടിയാണ്. മഴക്കാലത്ത് കിഴക്കൻ മേഖലകളിൽ പെയ്യുന്ന മഴവെള്ളം ഇവിടെ വന്ന് സ്റ്റോർ ആവുകയും വേലിയിറക്ക സമയത്ത് പോകാനുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഈ സ്ഥലമാണ് റിസർവ് ഫോറസ്റ്റ് ആക്കി മണ്ണ് മാറ്റാതെ കണ്ടലിന് വളരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടൽ സൊസൈറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട 100 കണക്കിന് ആളുകൾ ഇതിൻ്റെ
പൈസ പറ്റുന്ന ഒരു രീതിയിലേക്ക് കണ്ടൽ വീട് നടുക, അതിന് പൈസ വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ പുഴയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുഴയായി സംരക്ഷിക്കണം. പുഴയാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് പുഴ. ആ പുഴയെ കിട്ടുക തന്നെ വേണം. ബഫർ സോണിൽ പെട്ടുകഴിഞ്ഞാൽ അനേകം സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വന്തം സ്ഥലത്തൊരു വീട് പണിയുവാനോ നിലനിൽക്കുന്ന വീട് പുതുക്കി പണിയുവാനോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ സാധിക്കില്ല. സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തം വീടും സ്ഥലവും വിട്ട് പലായനം ചെയ്യേണ്ടി വരും. അത്തരത്തിൽ തകർക്കപ്പെട്ട ഒരു കുടുംബമാണ് ഇവരുടേത്. മഴക്കാലത്ത് ഞങ്ങൾ വീട് വീണതാ. പക്ഷേ ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് സാങ്ഷൻ എഴുതി കൊടുത്ത് പെർമിറ്റിന് എഴുതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു മാർഗവും പഞ്ചായത്തുകാർ ഞങ്ങൾക്ക് ചെയ്യണമില്ല. എന്ന് വെച്ചാൽ അവർ വന്ന് ഞങ്ങൾക്ക് നോക്കണ അന്വേഷിക്കുക, ഒരു കാര്യം ഞങ്ങൾക്ക് അവർ ചെയ്യുന്നില്ല. ഈ പുഴയുടെ പ്രശ്നം പറഞ്ഞിട്ടും ഇതായിട്ടൊക്കെ. അപ്പോൾ ഈ വീടിന് ഞങ്ങൾക്ക് നമ്പറുള്ളതാണ്, നമ്പറുണ്ട്, ഇതായിട്ട് വീടിനുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇത് പണിയാനുള്ള ഒരു പെർമിറ്റ് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് തരുന്നുമില്ല, ഒന്നും ചെയ്യുന്നില്ല അവര്. ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്ന് വെച്ചാൽ വാടക കൊടുക്കാനുള്ള മാർഗം ഞങ്ങൾക്കൊണ്ടില്ല. ഞങ്ങൾ 3 മക്കളാണ്, പിന്നെ വയസ്സായ ഒരു ഉമ്മ, ഭർത്താവ്. എൻ്റെ ഭർത്താവ് നിത്യക്കൂലിക്ക് പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ആരെങ്കിലും സഹായിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പഞ്ചായത്തിൽ നിന്ന് ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. ഇതിലും വിഷമമേറിയ കാര്യം എന്തെന്നാൽ പെരിങ്ങാട് പുഴ അനേകം സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ്. മത്സ്യബന്ധനവും കക്കവാരലുമാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം. റിസർവ് വനമേഖലയാക്കിയാൽ ഈ പുഴ പൂർണ്ണമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരികയും മത്സ്യത്തൊഴിലാളികൾ പുഴയിലിറങ്ങുന്നത് നിയമവിരുദ്ധമാവുകയും ചെയ്യും. നിലവിൽ CRZ നിയമങ്ങളിൽ ഏറ്റവും ഇളവുകളുള്ള CRZ 2 കാറ്റഗറിയിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് പാവറട്ടി പഞ്ചായത്ത്. എന്നാൽ പെരിങ്ങാട് പുഴ റിസർവ് ആക്കുന്നതോടുകൂടി ഈ ഇളവുകൾ നഷ്ടമാവുകയും ചെയ്യും. നിത്യ ജോലികളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പൊ ഒരു മത്സ്യബന്ധനം ഇല്ല. കൂടാതെ ചളികളും ഇല്ലാത്ത കാരണം ഇപ്പോ വെള്ളം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പോലും വെള്ളം നമ്മളുടെ വീടുകളിലേക്കും കയറി പ്രളയം പോലുള്ള സംഭവത്തിൽ വെള്ളം കയറി ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ. വാഴാനി ഡാമിൽ നിന്നടക്കം തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷ പ്രദേശത്തിലെയും അധിക ജലം ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി പെരിങ്ങാട് പുഴയിലേക്കാണ് എത്തുന്നത്. എന്നാൽ കണ്ടൽക്കാട് സംരക്ഷിക്കുന്നതിനായി പുഴയിലെ ചെളി നികത്താത്തത് പ്രദേശത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും പുഴ വറ്റുവരളുന്നതിനും കാരണമാകുന്നു. തങ്ങൾക്ക് ജീവിക്കാനുള്ള ഏക മാർഗം പുഴയാണ്. അതിനാൽ പുഴ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. ഈ പുഴേനെ കണ്ടൽക്കാടാക്കാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഈ പുഴ കണ്ടാ ഞങ്ങൾ ജീവിക്കണത്. എനിക്ക് മക്കള് 3 ആളുണ്ട്. 2 ആളെ കല്യാണം കഴിച്ചത് ഈ പുഴ കൊണ്ടാ. അതുകൊണ്ട് ഒരു ഇതിലും ഞങ്ങൾ കണ്ടൽക്കാടിനായിട്ട് വിട്ടുകൊടുക്കില്ല. വീട്ടു നമ്പരില്ലാത്ത വീടുകളും പുതുക്കി പണിയാനാവാത്ത പുരയിടങ്ങളും ഉപജീവന മാർഗം നഷ്ടമാകുന്ന ഒരുപറ്റം മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പുഴയെ ചേർത്ത് നിർത്താൻ ഒരുമിച്ച് നിൽക്കുന്ന പ്രദേശവാസികളും തൻ്റെ ഒഴുക്കിനെയും നിലനിൽപ്പിനെയും സംരക്ഷിക്കാനായി വെമ്പൽ കൊള്ളുന്നൊരു പുഴയും ജീവിക്കാനും ജീവിതവുമായി പൊരുതുന്ന ഒരു ജനതയും പുഴയും. അതാണ് പെരിങ്ങാട് പുഴ. കാൽനീണ്ടി കണ്ടലുകളിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും രക്ഷയുണ്ടാകുമെന്ന പ്രാർത്ഥനയിലാണ് അനിയത്ത് തമ്പുരാനും അമേരത്ത് കാളിപ്പെണ്ണ്, അനിയത്ത് തമ്പുരാനും അമേരത്ത് കാളിപ്പെണ്ണ്. പാതിപ്പുഴ ചെന്ന നേരം തമ്പുരാൻ, പാതിപ്പുഴ ചെന്ന നേരം തമ്പുരാനൊന്നടുത്തിട്ട് പോന്നൂലിട്ട പകർത്തെ തകാതിപ്പിതാരോ ധൈര്യതു.